കോൺഫറൻസ് വഴി എന്താ ഉദ്ദേശിക്കുന്നത്? മാഡം, വീഡിയോ കോൺഫറൻസ് ഉദ്ദേശിക്കുന്നത് 2020 മുന്നേ വരെ ഞങ്ങൾ എത്ര ഹൈ റിസ്ക് പ്രൊഫൈലിലുള്ള കാറ്റഗറിയിലുള്ള തടവുകാരാണെങ്കിലും ഡയറക്റ്റ് കോടതിയിൽ ഹാജരാക്കണമായിരുന്നു. 2020 ജനുവരി 10-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഈ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾക്ക് ആകെ 57 ജയിൽ സ്ഥാപനങ്ങളുണ്ട്. ഈ ജയിൽ സ്ഥാപനങ്ങളിലെല്ലാം കോടതിയുടെ അറ്റ്മോസ്ഫിയർ ഉള്ള സ്റ്റുഡിയോസ് ഉണ്ട്. അവിടെ വഴി വീഡിയോ കോൺഫറൻസ് മുഖേന നമുക്ക് അന്തേവാസികളെ കോടതിയിൽ ഹാജരാക്കാനും തിരിച്ച് മജിസ്ട്രേറ്റിന് അന്തേവാസികളെ കാണുവാനും കേസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇവരെ പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ജയിൽ കോമ്പൗണ്ടിന് പുറത്ത്. അത്രത്തോളം റിസ്ക് ഞങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇവർ തടവ് ചാടാനുള്ള സാധ്യത, പുറത്തു പോകുമ്പോൾ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടും പബ്ലിക്കിനുണ്ടാവാം. പിന്നെ അതുപോലെ ഇവർ പുറത്തു പോകുമ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം, തിരിച്ച് ജയിലിനുള്ളിലേക്ക് ഇവ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇവരെ കൊണ്ടുപോകുമ്പോൾ ട്രാവൽ അലവൻസ് പോലെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായിരുന്നു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം വന്നതോടുകൂടി അതും വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. 2020 വന്നതാണ്. ടെക്നോളജിക്കലി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രസന്റിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്.